അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേഡിയന്റ് ആൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതും പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് നമ്മുടെ തിയറാണ് നമുക്കൊരു കണക്ഷൻ കൊണ്ടുവന്നത് അല്ലേ. അതായത് ഡി യു ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു ആണെന്നുള്ള ഒരു കണക്ഷൻ നമുക്ക് ആ തിയറത്തിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഗ്രേഡിയന്റും അതുപോലെ തന്നെ നമ്മളുടെ ഡിറക്ഷണൽ ഡെറിവേറ്റീവും തമ്മിലുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇനി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ നമുക്കറിയാം അല്ലെ, ഡി യു എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു ആണെന്നുള്ളത്. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് അല്ലേ, രണ്ട് വെക്ടറുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി പി എന്നുള്ള ഒരു പോയിന്റ്, പി നോട്ട് എന്നുള്ള ഒരു പോയിന്റോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ രണ്ട് വെക്ടറുകൾ തമ്മിൽ ഡെൽ എഫ് എന്നുള്ളതും എഫിൽ വരുന്ന വിത്ത് റെസ്പെക്ട് എക്സ് വൈ സെഡിൽ വരുന്ന ചേഞ്ചുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡെൽ എഫ് എന്നുള്ള വെക്ടർ കിട്ടിയത് ഡോട്ട് യു എന്നുള്ള യൂണിറ്റ് വെക്ടറും. അപ്പോൾ ഈ രണ്ട് വെക്ടർ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആ പോയിന്റിലുള്ളത് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ അതുപോലെ നമ്മൾ നോർമലി ഒരു രണ്ട് വെക്ടറുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാറുള്ളത്, എ ഡോട്ട് ബി സി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ എന്നാണ് എഴുതാറുള്ളത് അല്ലേ. അതുപോലെ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, ഇവിടെ നമ്മൾ നോം ആണ് യൂസ് ചെയ്യാറുള്ളത്. നോം ഡെൽ എഫ് ഡോട്ട് നോം യു ഇൻറ്റു കോസ് തീറ്റ അല്ലേ. ഇവിടെ നോം യു എന്താണ്, നോം നമ്മൾ യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ അതിന്റെ നോം എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്തെഴുതാം, ഈക്വൽ ടു നോം ഡെൽ എഫ് കോസ് തീറ്റ എന്ന് വരും. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ആൻഡ് യു അല്ലെ. അപ്പോൾ ഇനി ഇതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. അതായത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഡി യു ഓഫ് എഫ് ഇസ് ഈക്വൽ ടു നോം ഡെൽ എഫ് കോസ് തീറ്റ ആണ് അല്ലെ. വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 0, തീറ്റ 0 ആകുമ്പോഴാണ് നമുക്ക് ഇവിടെ മാക്സിമം വാല്യൂ ഓഫ് കോസ് തീറ്റ എന്താ വരിക, മാക്സിമം വാല്യൂ ഓഫ് കോസ് 0 എന്നാണ് വരിക അല്ലെ. കോസ് തീറ്റ 0 ആകുമ്പോൾ മാക്സിമം വാല്യൂ ഓഫ് കോസ് 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1. അപ്പോൾ വെൻ തീറ്റ ഈക്വൽ ടു 0 ദ മാക്സിമം വാല്യൂ ഓഫ് കോസ് തീറ്റ ഈസ് 1. അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യും, ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വെൻ തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോഴാണ് ഈ ഒരു ഫംഗ്ഷന് ഡി യു ഓഫ് എഫ് എന്താവുന്നത്, മാക്സിമം ആവുന്നത്. അത് കൊണ്ട് തന്നെ എഫ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡലി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡി യു എഫ്, അതായത് ഡിറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈസ് മാക്സിമം when u in the direction of del f. ക്ലിയർ ആയോ? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്, ഡി യു എഫ് ഇസ് ഈക്വൽ ടു നോം ഡെൽ എഫ് കോസ് തീറ്റ ആണ് അല്ലെ. ഇവിടെ തീറ്റ 0 ആകുന്ന കേസിലാണ് കോസ് 0 അതായത് 1 അല്ലെ. മാക്സിമം വാല്യൂ വരുന്നത് ഏതാണ്, തീറ്റ 0 ആവുമ്പോഴാണ്. അപ്പൊ ഇവിടെ എഫ് എന്തായിരിക്കും, എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡലി എഴുതാം. മോസ്റ്റ് റാപ്പിഡലി, എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡലി. അപ്പൊ ഇവിടെ ഇതിനാണ് മാക്സിമം വാല്യൂ അല്ലെ. അപ്പൊ ഡി യു എഫ് അതായത് ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അപ്പൊ നമുക്ക് ഡി യു ഓഫ് എഫ് എന്താണ് കിട്ടും, മാക്സിമം വാല്യൂ തീറ്റ 0 എന്നാൽ മാക്സിമം വെൻ യു ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. യു എന്നുള്ളത് എന്തായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇവിടെ ഡെൽ എഫും യുവും എന്തായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും. യൂണിറ്റ് വെക്ടറും അതുപോലെ തന്നെ ഡെൽ എഫും എന്തായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും. വെൻ തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ കോസ് തീറ്റ മാക്സിമം വാല്യൂ ആണ് വരുന്നത്. അപ്പൊ എഫ് എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും. എഫ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡി യു എഫ് ഈ ഡിറക്ഷണൽ ഡെറിവേറ്റീവിന് എന്തായിരിക്കും, മാക്സിമം വാല്യൂ ആയിരിക്കും ഉണ്ടാവുക ഇൻ ദ ഡയറക്ഷൻ ഓഫ് സെയിം ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, ഡി യു എഫ് ഇസ് ഈക്വൽ ടു നോം ഡെൽ എഫ് കോസ് 0 എന്നാണ് വരിക അല്ലെ. കോസ് 0 1 ആകുമ്പോൾ ഡി യു എഫ് എന്താന്ന് കിട്ടും, നോം ഡെൽ എഫ് ആണ് കിട്ടും. അതാണ് പറയുന്നത് ഡിറക്ഷണൽ ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ ഉണ്ടാവും. എന്തായിരിക്കും, യുവും ഡെൽ എഫും എന്തായിരിക്കും, സെയിം ഡയറക്ഷനിലാവും. അപ്പൊ നമുക്ക് ഇതിന്ന് എന്താ എഴുതാം, കോസ് തീറ്റ, ഇവിടെ തീറ്റ 0 ആകുമ്പോൾ കോസ് 0 1 ആണ്. അപ്പൊ ഡി യു എഫ് എന്താണ്, നോം ഡെൽ എഫ് ആണ്. സെയിം ഡയറക്ഷനിലായിരിക്കും യൂണിറ്റ് വെക്ടറും ഡെൽ എഫും ഉണ്ടാവുക.
അപ്പൊ നമുക്ക് ഇതന്നെ 2 വേരിയബിൾ ഫംഗ്ഷനിൽ ജോമെട്രിക്കൽ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? എക്സ് വൈ എന്നുള്ള സെഡ് എന്നുള്ള സർഫേസ് ആണ് അല്ലെ. സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഈ എക്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ പോയിന്റുകൾ വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മാക്സിമം എവിടെയായിരിക്കും? Z is equal to f of xy has its maximum slope in the direction of gradient. In the direction of gradient and the maximum slope is norm del f. Clear ആയില്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് തീറ്റ 0 ആയപ്പോൾ ഡി യു എഫ് എന്താന്ന് കിട്ടി? നോം ഡെൽ എഫ് ആണ് കിട്ടി അല്ലേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. Z is equal to നമ്മൾ ജോമെട്രിക്കൽ ആയിട്ട് 2 പോയിന്റ് എടുത്തിട്ട് 2 വേരിയബിൾ പോയിന്റ് എടുത്തിട്ട് നമുക്ക് വരക്കുക എന്നുണ്ടെങ്കിൽ ഹാസ് ഇറ്റ്സ് മാക്സിമം. അതിന് ആ എക്സ് വൈ എന്നുള്ള Z is equal to f of എക്സ് വൈ എന്നുള്ളതിന്റെ മാക്സിമം എവിടെ ഉണ്ടാവുക? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയന്റ്. ഡെൽ എഫ് എന്താണോ, ഡെൽ എഫിന്റെ ഡയറക്ഷൻ എന്താണോ ആ ഡയറക്ഷനിൽ തന്നെയാണ് ഈ പോയിന്റ് ഈ Z is equal to f of എക്സ് വൈന്റെ മാക്സിമം വരും. ആ മാക്സിമം സ്ലോപ്പ് എന്താണ്? നോം ഡെൽ എഫ് ആണ്. അപ്പൊ നമുക്ക് കിട്ടി നോം ഡെൽ എഫ് ആണ്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം. നോക്ക്, വെൻ തീറ്റ ഈക്വൽ ടു പൈ, അപ്പൊ എന്ത് വരും? ഡി യു എഫ് ഇസ് ഈക്വൽ ടു നോം ഡെൽ എഫ് കോസ് തീറ്റ എന്നായിരുന്നു അല്ലെ. നോം ഡെൽ എഫ് കോസ് തീറ്റ. ഇവിടെ തീറ്റ പൈ ആകുമ്പോ എന്ത് വരും? ഡി യു എഫ് ഇസ് ഈക്വൽ ടു നോം ഡെൽ എഫ് കോസ് പൈ വരും അല്ലെ. കോസ് പൈ എന്താണ്? -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് നോം ഡെൽ എഫ് എന്ന് വരും. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇവിടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഫംഗ്ഷൻ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡലി അല്ലെ. ആൻഡ് ഡി യു എഫിന് എന്തായിരിക്കും? ഡി യു എഫ് അറ്റൈൻസ് ഇറ്റ്സ് മിനിമം വാല്യൂ അല്ലെ. ഡി യു എഫ് അറ്റൈൻസ് ഇറ്റ്സ് മിനിമം വാല്യൂ in the opposite direction of del f. Opposite direction of del f. ക്ലിയർ ആയോ? കാരണം നമ്മൾ നേരത്തെ നമുക്ക് ഡെൽ എഫ് ഇവിടെ കോസ് തീറ്റ എന്തായിരുന്നു? 1 ആയിരുന്നു. അപ്പൊ നോം ഡെൽ എഫ് ആ കിട്ടിയത്. അപ്പൊ എഫ് ഇൻക്രീസ് ചെയ്യായിരുന്നു എന്ന് കിട്ടി. ഡി യു എഫ് ഓ മാക്സിമം വാല്യൂ ആണ് കിട്ടുന്നത് കിട്ടി അല്ലെ. ഇൻ ദ സെയിം ഡയറക്ഷൻ ആയിരുന്നു അവിടെ ഡെൽ എഫിന്റെ. ഇവിടെയോ? ഇവിടെ നമുക്ക് നെഗറ്റീവ് കിട്ടിയത്. വെൻ തീറ്റ ഈക്വൽ ടു പൈ ആയപ്പോ നമുക്ക് എഫ് എന്താ കിട്ടി? ഡിക്രീസ് ചെയ്യാണ്. നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഡിക്രീസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഡി യു എഫ് ഇതെന്താ വരുന്നത്? ഇറ്റ്സ് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. നമുക്ക് ഇവിടെ 2 വേരിയബിളിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ Z is equal to f of xy has its minimum slope അല്ലെ. മിനിമം സ്ലോപ്പ് എവിടെ വരിക? ഇൻ ഇറ്റ്സ് ഗ്രേഡിയന്റ് ഓപ്പോസിറ്റ് ടു ദ ഗ്രേഡിയന്റ് ഡയറക്ഷൻ വരും. സ്ലോപ്പ് in the direction that is opposite to the gradient. Gradient എന്താണ്? ഡെൽ എഫിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അപ്പൊ Z is equal to f of xy has മിനിമം സ്ലോപ്പ് ഉണ്ടായിരിക്കും. മിനിമം സ്ലോപ്പ് എന്തായിരിക്കും? in the direction that is opposite to the direction of del f. and അപ്പൊ നമുക്ക് ആ സ്ലോപ്പ് എന്താന്ന് എഴുതാം? മിനിമം സ്ലോപ്പ്. ആൻഡ് മിനിമം സ്ലോപ്പ് ഈസ് എന്ത് വരും? മിനിമം സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് നെഗറ്റീവ് ഡെൽ എഫ് ആണ് വരിക. ക്ലിയർ ആയില്ലേ? നമ്മൾ തീറ്റ നെഗറ്റീവ് ആകുമ്പോൾ അല്ലെ, അതായത് -1 ആയിട്ട് നമുക്ക് കിട്ടിയപ്പോൾ എഫ് ഡിക്രീസ് ചെയ്യാണ്. ഡി യു എഫിന് മിനിമം വാല്യൂ ആണ് ഉണ്ടാവുക കേട്ടോ അല്ലെ. ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്താന്ന് കിട്ടും? നെഗറ്റീവ് നോം ഡെൽ എഫ് ആണ് കിട്ടും. അപ്പോ തീറ്റ 0 ആവുന്ന കേസ് പറഞ്ഞു. തീറ്റ 0 ആയപ്പോ ഫസ്റ്റ് കേസ് തീറ്റ 0 ആവുന്നതാണ് അല്ലെ. തീറ്റ 0 ആയപ്പോൾ നമുക്ക് എന്താന്ന് കിട്ടി? ഡി യു എഫ് ഇസ് ഈക്വൽ ടു നോം ഡെൽ എഫ് ആയിരുന്നു. അതുപോലെ തീറ്റ പൈ ആവുന്ന കേസിൽ ഡി യു എഫ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഡെൽ എഫ് ആവുന്നത്. ഇനി അടുത്തത് വെൻ തീറ്റ ഈക്വൽ. ഇനി മൂന്നാമത് വരുന്നത് വെൻ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 2. അപ്പൊ എന്ത് വരും? ഡി യു എഫ് ഇസ് ഈക്വൽ ടു നോം ഡെൽ എഫ് കോസ് പൈ ബൈ 2 എന്ന് വരും അല്ലെ. കോസ് പൈ ബൈ 2 എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡി യു എഫ് ഇസ് ഈക്വൽ ടു 0. എഫ് ഇസ് ഈക്വൽ ടു 0. അതിന്റെ മീനിങ് എന്താണ്? നമുക്ക് ഇവിടെ 2 വെക്ടർ ആണ് ഉണ്ടായിരുന്നത് അല്ലെ. ഡി യു എഫ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയിരുന്നത്? ഡെൽ എഫ് ഡോട്ട് യു ആയിരുന്നു അല്ലെ. ഡെൽ എഫ് ഡോട്ട് യു ആണ്. ഈ 2 വെക്ടറുകളും ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞുകൂടെ നമുക്ക്?
അതായത് ഡെൽ എഫും യുവും ഡി യു എഫ് ഇത് ഈക്വൽ ടു 0 ആണെന്ന് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. അതായത് ഈ ഡെൽ എഫും യു എന്താണ്, ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. ഇത് ഇതിനോട് എന്തായിട്ടാണ് നിന്നത്, ഇതുവരെ സെയിം ഡയറക്ഷനിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കിട്ടിയത്. പക്ഷെ ഇവിടെ എന്തായിരിക്കും, ഇത് ഇതിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ, ഓർത്തോഗണൽ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഡെൽ എഫ് ഈസ് ഓർത്തോഗണൽ ടു യു എന്ന് എഴുതാം അല്ലെ. ദ യൂണിറ്റ് വെക്ടർ യു ഈസ് ഓർത്തോഗണൽ ടു ഡെൽ എഫ്. യു ഈസ് orthogonal to the direction of del f. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? 3 കേസ് അല്ലെ, തീറ്റ 0യും തീറ്റ പൈയും തീറ്റ പൈ ബൈ 2 ആവുന്ന കേസ്. ഫസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ സെയിം ഡയറക്ഷൻ, രണ്ടാമത്തിൽ നെഗറ്റീവ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് വരിക. ഇവിടെ രണ്ടും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ, അതായത് ഓർത്തോഗണൽ ഡയറക്ഷനിലായിരിക്കും. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് വൈ is equal to x square plus xy plus y square increases most rapidly and decreases most rapidly at the point 1 1. What are the directions of zero change in f at 1 1? അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഇൻക്രീസും ഡിക്രീസിംഗും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് മുമ്പേ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം, ഡെൽ എഫ് ഓഫ് എക്സ് വൈ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അറ്റ് പോയിന്റ് 1 1 അല്ലെ. 1 1 നമ്മളോട് 1 1 അറ്റ് ദ പോയിന്റ് 1 1. ഇൻക്രീസിംഗ് ആയാലും ഡിക്രീസിംഗ് ആയാലും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഡെൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ കിട്ടണം. അതിന് ശേഷമുള്ള അതിനെ നമ്മൾ കമ്പയർ ചെയ്യുക അല്ലെ. അപ്പൊ ഡെൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിട്ടുണ്ട്, ഡെൽ എഫ് ഓഫ് 1 1 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് വേണ്ടത്, എഫ് എക്സ് ഓഫ് 1 1 ഐ പ്ലസ് എഫ് വൈ ഓഫ് 1 1 ജെ അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് എക്സ് ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ ഇത് വരും ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ്. എഫ് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 2x പ്ലസ് വൈ വരും അല്ലെ. അപ്പൊ എക്സിനും വൈക്കും കണ്ടു കൊടുക്കുമ്പോൾ എന്ത് വരും, 2 × 1 + 1 എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. അപ്പൊ എഫ് എക്സ് എന്താന്ന് കിട്ടി, 3 ആണ് കിട്ടി. ഇനി എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് വൈ ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 0 വരും അല്ലെ, 0 പ്ലസ് എക്സ് പ്ലസ് 2y എന്ന് വരും. അപ്പൊ ഇത്ര 1 1 ഇത് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇവിടെ നോക്ക് 1 അല്ലെ, 1 + 2 × 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 തന്നെ വരും. അപ്പോൾ എഫ് വൈയും കിട്ടി എന്താണ്, 3 ആണ്. അപ്പൊ എഫ് എക്സും എഫ് വൈയും കിട്ടി 3 ആണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഡെൽ എഫ് എന്ത് വരും, ഡെൽ എഫ് ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3i + 3j എന്നുള്ള വെക്ടർ ആണ് വരുന്നത്. അപ്പൊ ഡെൽ എഫ് കിട്ടി 3i + 3j ആണെന്നുള്ളത്. അതായത് അപ്പൊ നമുക്ക് ഡെൽ എഫ് കിട്ടി, ഡെൽ എഫ് ഓഫ് 1 1 എന്തായിരുന്നു, 3i + 3j. അപ്പൊ നമുക്ക് ഡെൽ എഫ് കിട്ടി അല്ലെ. നമ്മളോട് ഫസ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്, എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡലി, ഡയറക്ഷനാ ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനും ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനും. നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു പറയുന്നത്, ദ ഫംഗ്ഷൻ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് അല്ലെ. ഡെൽ എഫ് ഓഫ് 1 1 ഇവിടെ ഡെൽ എഫ് ഓഫ് 1 1 ആണ്. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഇൻ ദ സെയിം ഡയറക്ഷൻ 3i + 3j ആണെന്ന് എഴുതിക്കൂടാ. അപ്പൊ നമുക്ക് യു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഈസ് യു ഈസ് ഈക്വൽ ടു 3i + 3j ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3² + 3² എന്ന് വരും അല്ലെ. ക്ലിയർ ആയില്ലേ? നമുക്ക് ഫംഗ്ഷൻ ഇവിടെ സെയിം ഡയറക്ഷനിലാണ് ഇൻക്രീസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പ്രോപ്പർട്ടി അതായിരുന്നു. ഡിക്രീസിങ് ആവും ഓപ്പോസിറ്റ്, പിന്നെ 0 എന്ന് വരുമ്പോൾ എന്തായിരുന്നു, രണ്ടും ഓർത്തോഗണലാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ സെയിം ഡയറക്ഷൻ ആവുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റ് വെക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. യൂണിറ്റ് വെക്ടർ നമുക്ക് കിട്ടിയിട്ടുള്ള സെയിം വെക്ടർ ഏതാണ്, ഡെൽ എഫ്. ഡെൽ എഫ് അതിന്റെ ഡയറക്ഷനിൽ എന്ന് പറയുമ്പോൾ അതിന്റെ നോമോ കൊടുക്കുക അല്ലെ. അപ്പൊ എന്തൊരു ഡിവൈഡഡ് ബൈ 3i + 3j ഡിവൈഡഡ് ബൈ റൂട്ട് 18 വരും. അപ്പൊ ഇതിന്നൊരു 9 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും, ആ 3യും 3 ഒക്കെ ക്യാൻസൽ ചെയ്യും അല്ലെ. i + j ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു റൂട്ട് 9 × 2 എന്നാണ്. ആ 9 ഔട്ട് സൈഡ് വരുമ്പോൾ 3 ആകും അല്ലെ. അപ്പൊ ആ 3 × റൂട്ട് 2 എന്ന് വരും. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് വരും, i/√2 + 1/√2j അല്ലെ. 1/√2i + 1/√2j എന്നുള്ളതാണ് യൂണിറ്റ് വെക്ടർ വരുന്നത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ. ഇനി രണ്ടാമത്തത് എന്താണ്, ആൻഡ് ഡിക്രീസസ്. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ഇട്ടുള്ളത്, ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡലി
അറ്റ് ദ പോയിന്റ്, അതിന്റെ ഡയറക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്താ വരിക? അത് നമുക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താണ്, നമുക്കറിയാം ഡിക്രീസ് ചെയ്യുന്നത് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷനിലാണ് നമ്മൾ പറഞ്ഞു അല്ലെ. നോം ഡെൽ എഫിന്റെ നെഗറ്റീവ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെഴുതാം? മൈനസ് യു എന്ന് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ എന്താണ്? യു ഇസ് ഈക്വൽ ടു ഇതാണ്. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിന്റെ നെഗറ്റീവ് കൊടുക്കുക. -1/√2i -1/√2j. ഇതാണ് എന്ത് വരിക? നെഗറ്റീവ് ഡയറക്ഷൻ വരിക. ഇനി അടുത്തത്, വാട്ട് ആർ ദ ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് ഇൻ എഫ് അറ്റ് 1 1? അല്ലെ. അപ്പൊ നമുക്ക് ഡെൽ എഫ്, നമുക്കറിയാം ഡെൽ എഫ് ഡോട്ട് യു ആണ് 0. ഇത് രണ്ടിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്. അതായത് ഡെൽ എഫ് ഓഫ് 1 1 ഡോട്ട് യു എന്നുള്ളത് നമുക്ക് അറിയാത്തൊരു വെക്ടർ ആണ്. അതായത് ഞാൻ ai പ്ലസ് ബി ജെ എന്ന് കൊടുത്തു ഈക്വൽ ടു 0. അങ്ങനെയാണ് ഇത് നമുക്ക് എന്താന്ന് കിട്ടിയിട്ടുണ്ട്? 3i പ്ലസ് 3j ആണ് ഇൻറ്റു ഡോട്ട് ai പ്ലസ് ബി ജെ ഈക്വൽ ടു ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് എന്ത് എഴുതാം? മൾട്ടിപ്ലൈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3a പ്ലസ് 3b ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എ ബി എന്നുള്ളതിന്റെ വാല്യൂ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, എ ഈക്വൽ ടു -1 ബി ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ വാല്യൂ 0 ആവില്ലേ? 3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 0 ആകും അല്ലെ. കറക്റ്റ് ആണ്. അപ്പോൾ എ -1 ബി 1 ആയിട്ട് ചൂസ് ചെയ്യാം. അതുപോലെ എങ്ങനെ ചൂസ് ചെയ്യാം? എ എന്നുള്ളത് 1 ബി -1 ആയിട്ട് ചൂസ് ചെയ്തൂടെ? അപ്പൊ എന്ത് വരും? എ മൈനസ് ബി എന്ന് വരും അല്ലെ. 3 - 3 എന്ന് പറഞ്ഞാലും 0 വരും. അപ്പൊ നമുക്ക് എ -1 ബി 1 അല്ലെങ്കിൽ എ 1 ബി -1 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും വെക്ടർ? അപ്പൊ നമുക്ക് എങ്ങനെ വരും വെക്ടർ? എ ഐ പ്ലസ് ബി ജെ ആണ് അല്ലെ. എ ഐ പ്ലസ് ബി ജെ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും വെക്ടർ? -i പ്ലസ് ജെ. അല്ലെങ്കിൽ എന്ത് വരും? ഇതാണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ വരും? i പ്ലസ് ജെ. ഇതാണ് വെക്ടർ അല്ലേ. അപ്പൊ നമുക്ക് 2 വെക്ടറുകൾ കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് ഈ ഒരു വെക്ടറിന്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നോ യു എന്ന് എന്തെങ്കിലും കൊടുക്കാം. n ഇൻ ദ ഡയറക്ഷൻ ഓഫ് -i പ്ലസ് ജെ എങ്ങനെ എഴുതും? -i പ്ലസ് ജെ ഡിവൈഡഡ് ബൈ ഇതിന്റെ നോം അല്ലെ. ഇതിന്റെ നോം എന്ന് പറഞ്ഞാൽ -i പ്ലസ് ജെ എന്ന് എഴുതാൻ എങ്ങനെ വരും? റൂട്ട് ഓഫ് -i പ്ലസ് ജെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് -1² പ്ലസ് 1² എന്ന് പറഞ്ഞാൽ √2 എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/√2i പ്ലസ് 1/√2j. ഇതാണ് എന്ത് വരുന്നത്? ഒരു യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് -i പ്ലസ് ജെ. ഇനി അടുത്തത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് i പ്ലസ് ജെ. അതെങ്ങനെ? ഇവിടെ i മൈനസ് ജെ ആണ് കേട്ടോ. i മൈനസ് ജെ. എ എന്നുള്ളത് 1 ബി -1 അല്ലേ. അപ്പൊ i മൈനസ് ജെ ആണ് വരിക. i മൈനസ് ജെ എന്ത് വരും? i മൈനസ് ജെ എന്നുള്ളതിന്റെ യൂണിറ്റ് വെക്ടർ എന്ത് വരും? i മൈനസ് ജെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1² പ്ലസ് -1² ദാറ്റ് ഈസ് ഈക്വൽ ടു i മൈനസ് ജെ ഡിവൈഡഡ് ബൈ √2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 മൈനസ് 1/√2j എന്ന് വരും. 1/√2i മൈനസ് 1/√2j എന്ന് വരും. അപ്പൊ ഇതാണ് 2 യൂണിറ്റ് വെക്ടറുകൾ വരുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച്. സീറോ ചേഞ്ച് അറ്റ് 1 1 വരുന്ന ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഡെൽ എഫ് ഡോട്ട് യു ഈക്വൽ ടു 0 ആണ് നമുക്കറിയാം അല്ലെ. ആ കേസിൽ നിന്ന് നമ്മൾ തുടങ്ങി നമുക്ക് യു എന്നുള്ള ഈ ഒരു വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തതും അതിന്റെ 2 വെക്ടർ വരും ഇവിടെ. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്നത് എ ഐ പ്ലസ് ബി ജെ എന്നുള്ള ഒരു വെക്ടർ ആണ്. അതിൽ നമുക്ക് കിട്ടുക, ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എവിടെയാണ്? എ ഈക്വൽ ടു -1 ബി ഈക്വൽ ടു 1 ആയാലും ഇത് 0 ആയിരിക്കും. അല്ലെങ്കിൽ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു -1 ആയാലും ഇത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് 2 വെക്ടർ കിട്ടും. -i പ്ലസ് ജെ എന്നും i മൈനസ് ജെ എന്നുള്ള 2 വെക്ടറും. ഇതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വരും, ഇതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വരും. അപ്പൊ നമ്മൾ 3 കേസ് പറഞ്ഞു. ഫസ്റ്റ് ഇൻക്രീസ് ആവുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്, സീറോ ചേഞ്ച് വരുന്നത്. ഇൻക്രീസിംഗിന്റെ കേസിൽ സെയിം ഡെൽ എഫിന്റെ ഡയറക്ഷൻ തന്നെ കൊടുക്കുക. ഡിക്രീസിന്റെ കേസിൽ ഡെൽ എഫിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുക്കുക. സീറോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെൽ എഫ് ഡോട്ട് യു എന്ന് വെച്ചിട്ട് അതിൽ നിന്ന് യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആയില്ലേ?